ഫലസ്തീനികൾക്കെതിരെ അതിക്രമം നടത്തുന്ന ഇസ്രായേൽ സൈനിക വിഭാഗത്തിന് നേരെ അമേരിക്കയുടെ ഉപരോധം. ഇസ്രായേൽ സൈന്യത്തിലെ നെത്സാഹ് യഹൂദ ബറ്റാലിയനെതിരെയാണ് യുഎസിന്റെ നടപടിയുണ്ടായത്. ഇക്കാര്യത്തിൽ തത്വത്തിൽ തീരുമാനമായി. വിവരം പുറത്തു വന്നതോടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുഎസ് നടപടിക്കെതിരെ രംഗത്ത് വരികയും ചെയ്തു. സൈന്യത്തിലെ ബറ്റാലിയനെതിരെ ഉപരോധം ഏർപ്പെടുത്തുവാനുള്ള നീക്കത്തിനെതിരെ പൊരുതുമെന്ന് നെതന്യാഹു പറഞ്ഞു. ഉപരോധത്തെക്കുറിച്ച് യുഎസ് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും യുഎസ് ഓൺലൈൻ മാധ്യമമാണ് വാർത്ത പുറത്തുവിട്ടത്. എന്നാൽ ഇതേക്കുറിച്ച് തങ്ങൾക്ക് വിവരമില്ലെന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചത്. ആരെങ്കിലും ഇസ്രായേൽ സേനയുടെ ഏതെങ്കിലും യൂണിറ്റിനെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ തുനിഞ്ഞാൽ താൻ അതിനെതിരെ പൊരുതുമെന്നാണ് നെതന്യാഹു പ്രസ്താവനയിൽ പറഞ്ഞത്. അന്താരാഷ്ട്ര നിയമം പാലിച്ചാണ് നെത്സാഹ് യഹൂദ ബറ്റാലിയൻ പ്രവർത്തിക്കുന്നതെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ അവകാശവാദം. എന്നാൽ ഈ ബറ്റാലിയനാണ് ഫലസ്തീനികൾക്കെതിരെ അവരുടെ അവകാശങ്ങളെ ഹനിക്കുന്ന രീതിയിൽ ആക്രമണം നടത്തുന്നതെന്ന് യുഎസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തിലെ 17 കുട്ടികളെയും 2 സ്ത്രീകളെയും ഇസ്രായേൽ സേന കൊലപ്പെടുത്തിയിരുന്നു. ഇസ്രായേലിലെ മതസൈനിക ബറ്റാലിയനാണ് ഇത്. 1997 ലീഹി നിയമപ്രകാരം ഈ ബറ്റാലിയൻ രൂപീകരിക്കാൻ തീരുമാനിച്ചത്. 1999 ബറ്റാലിയൻ രൂപീകരിക്കപ്പെട്ടു. കഫിർ ബ്രിഗേഡിന്റെ ഭാഗമാണിത്. തീവ്രജൂതർ, ദേശീയ മതവിഭാഗങ്ങൾ, തീവ്ര ചിന്താഗതിക്കാർ എന്നിവർക്കിടയിൽ നിന്നാണ് ഈ സേനയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത്. വെസ്റ്റ് ബാങ്കിലാണ് ഇവരെ നിയമിച്ചിരിക്കുന്നത്. 2022 മുതൽ ഈ ബറ്റാലിയനെ കുറിച്ച് യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം നടത്തി വരുന്നുണ്ടായിരുന്നു. 80-കാരനായ യുഎസ് ഫലസ്തീൻ പൗരത്വമുള്ള ഉമർ അസദിനെ 2022 ജനുവരിയിൽ ഈ സേനാ വിഭാഗം കൊലപ്പെടുത്തിയതാണ് യുഎസ് അന്വേഷണത്തിന് കാരണമായത്. Waytonikah.com, the exclusive Muslim matrimonial site.